ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പൊ റുവാ, നമുക്ക് ഇന്ന് എന്ത് വീഡിയോ ആണ് നമുക്ക് എടുക്കണ്ടേ? അപ്പൊ റുവാക്ക് നല്ല അടിപൊളി ഇരിക്കുമ്പോള് നല്ല അടിപൊളി മുടിക്കിടുന്ന വേണമെന്ന പറഞ്ഞ. അപ്പൊ നമുക്ക് ഓള് പറഞ്ഞ പോലെ തന്നെ നല്ല മുടിക്കിടുന്ന ഒന്ന് ഉണ്ടാക്കി നോക്കാം. വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അതിന് പിന്നെ കുട്ടികളുള്ളവർക്കെല്ലാം ഒരുപാട് ഉപകാരപ്പെടും. അപ്പൊ എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതുപോലെ വീഡിയോ ഇഷ്ടമായാല് ലൈക്ക് നമുക്ക് ഉണ്ടാക്കി നോക്കിയാല് പറഞ്ഞു മാമ. പിന്നെ അപ്പൊ വീഡിയോ ഇഷ്ടമായാല് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പൊ നമുക്കൊന്ന് അത് ഉണ്ടാക്കി നോക്കി വന്നാലോ. അപ്പൊ ഉണ്ടാക്കാൻ വേണ്ടിട്ട് ആദ്യം തന്നെ വേണ്ടത് എന്താണെന്ന് വെച്ചാൽ അലിഗേറ്റർ ക്ലിപ്പ് വേണം. പിന്നെ ഇതുപോലത്തെ ചെറിയ കുന്തൻ സ്റ്റോൺ വേണം. പിന്നെ ഗമ്മ് വേണം. പിന്നെ വേണ്ടത് ഇതുപോലത്തെ അക്രലിക് ഫ്ലവർ ബീഡ്സ് ആണ് കേട്ടോ. അത് ഞാൻ റെഡ് കളറാണ് എടുക്കുന്നത്. അപ്പോൾ ഇത് എടുത്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ വേണ്ടത് എനിക്ക് ഫോം ഷീറ്റ് അല്ലെങ്കിൽ ഇതുപോലത്തെ ഷീറ്റ് വേണം കേട്ടോ. അത് മറ്റേ അലിഗേറ്റർ ക്ലിപ്പിന്റെ മേലെ ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. വളരെ സിമ്പിളാണ് കേട്ടോ. നമുക്ക് ഈ ഷീറ്റ് ഒന്ന് ഇതുപോലെ ഈ പീസ് ഇത്ര ചെറിയ പീസായിട്ട് കുറേ കട്ട് ചെയ്ത് വെക്കാം. ഞാനത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഇതുപോലെ ഏതിൻ്റെങ്കിലും മേലെ ഇതുപോലെ നമുക്ക് ക്ലിപ്പെല്ലാം ഇങ്ങനെ കുത്തി വെക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി എന്താ, ഇതൊരു മൊബൈലിൻ്റെ ബോക്സ് ആണ് കേട്ടോ. ഇനി എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഇതിൻ്റെ മേലെ ഗമ്മാക്കി കൊടുക്കണം. അങ്ങനെ നമുക്ക് ഞാനിതാ ഇതിൻ്റെ മേലെ ഇവിടുന്ന് അങ്ങോട്ടേക്ക് മതി കേട്ടോ. ഇവിടെ വേണ്ട, ഇവിടുന്ന് അങ്ങോട്ടേക്ക് മതി. അപ്പോൾ ഗമ്മാക്കിയിട്ട് വെച്ച് കൊടുക്കുക. അങ്ങനെ മുഴുവനായിട്ട് നമുക്ക് ഗമ്മാക്കണം കേട്ടോ. എല്ലാ ക്ലിപ്പിനും നമുക്ക് ഗമ്മാക്കണം. എന്നിട്ട് അതിന് ശേഷം എന്ത് ചെയ്യാൻ, നമുക്കിതാ ഇതുപോലെ ഈ പീസ് ഉണ്ടല്ലോ, നമ്മൾ കട്ട് ചെയ്ത് വെച്ച പീസ് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. അങ്ങനെ നമുക്ക് മുഴുവനും ഇതുപോലെ ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഫുള്ളായിട്ട് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ പിന്നെ ഇത് ഉണങ്ങിയതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മേലെ വീണ്ടും ഗമ്മാക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ 3 ഫ്ലവറാണ് കേട്ടോ ഇതിന് വെക്കുന്നത്. ആദ്യം ഫസ്റ്റ് തന്നെ ഇവിടെ ഒന്ന് കൊടുക്കുക, പിന്നെ സെൻറ്ററിൽ ഒന്ന് കൊടുക്കുക പശ, പിന്നെ ഇവിടെ ഒരു പശയാക്കി കൊടുക്കാം കേട്ടോ. അങ്ങനെ എല്ലാത്തിനും നമുക്ക് ഇതുപോലെ പശയാക്കിയിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ മേലെ നമ്മളെ ഫ്ലവർ ബീഡ്സ് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ മേലെ ഫ്ലവർ ബീഡ്സ് ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ചെറിയ കുട്ടികളുള്ളവർക്കെല്ലാം ഇത് നല്ലോണം ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇത് നമുക്ക് മുഴുവനായിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ട് വരാം. ഞാനിത് മുഴുവനും ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഈ കുന്തൻ സ്റ്റോൺ ഉണ്ടല്ലോ, അത് ഒട്ടിക്കണം. അതിനായിട്ട് നമുക്കിത് വീണ്ടും ഇതിൻ്റെ മേലെ മൊത്തത്തിലായിട്ട് പശയാക്കണം കേട്ടോ. മൊത്തത്തിലായിട്ടല്ല, കുന്തൻ സ്റ്റോൺ ഒട്ടിക്കാൻ വേണ്ടിയിട്ടുള്ള ഭാഗത്തിന് നമുക്ക് ഇതിനോട്ടെല്ലാം ഗമ്മാക്കി കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാക്കുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. എല്ലാ വീഡിയോയിലും പറയുന്നതെന്ന്. പക്ഷെങ്കിൽ ആരും കാണുന്നില്ല. നമ്മളിപ്പോൾ ഒരു സ്റ്റാറ്റസ് വെച്ചാൽ തന്നെ നമ്മൾ വിചാരിക്കാം ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ സ്റ്റാറ്റസ് ഒന്ന് നോക്കുമ്പോൾ കണ്ടില്ലെങ്കിൽ ആ ലിങ്ക് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് കാണും. അതെല്ലാം വെറുതെ തോന്നലാണ് കേട്ടോ. നമ്മൾ സ്റ്റാറ്റസ് നോക്കുമ്പോൾ 10-200 ആൾ കണ്ടതുണ്ടാവും. പക്ഷെ വീഡിയോന്റെ വ്യൂസ് നോക്കുമ്പോൾ ആകെ 20 വ്യൂസ് 30 വ്യൂസ് അങ്ങനെ ഉണ്ടാവില്ല. ശരിയാവുമായിരിക്കും അല്ലേ? എല്ലാവർക്കും അവരുടേതായ തിരക്കും കാര്യങ്ങളും ഉണ്ടാവില്ലേ? അപ്പോൾ പരമാവധി പറ്റുന്നവർ ഷെയർ ചെയ്ത് കൊടുക്കുക, ആവശ്യമുള്ളവർ ഇത് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഞാനിതാ മറ്റേ ഫുള്ളായിട്ട് ഗമ്മാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ കുന്തൻ സ്റ്റോൺ ഇതിൻ്റെ മേലെ ഒട്ടിച്ചു കൊടുക്കാം. പിന്നെ ഇതെല്ലാം വെച്ചാൽ ഞാനിത് മുമ്പ് ഇത് സ്റ്റാർട്ട് ചെയ്തതാണ് കേട്ടോ ഉണ്ടാക്കാനല്ലോ. പിന്നെ അതിൻ്റെ ഇടയിലാണ് പല തിരക്ക് കാരണം ഞാൻ അതവിടെ സ്റ്റോപ്പ് ചെയ്ത് വെച്ചത്. അപ്പോൾ എന്ന് വെച്ചാൽ ആ സാധനവും പിന്നെ ഒരുപാട് സാധനങ്ങൾ ഓൾറെഡി സ്റ്റോക്ക് ഉണ്ടായിന്. പിന്നെ ഗമ്മും കാര്യങ്ങളെല്ലാം പോയിട്ടുണ്ടായിന്. അതെല്ലാം വീണ്ടും വാങ്ങി. അതുപോലെ എലാസ്റ്റിക് വയർ അങ്ങനത്തെ സാധനമെല്ലാം വീണ്ടും വാങ്ങി. ഈ ഫ്ലവറെല്ലാം വീണ്ടും വാങ്ങിയതാണ് കേട്ടോ. പുതിയ ഐറ്റംസ് ആണ്. പിന്നെ ഒരുവിധ സാധനം എൻ്റെ അടുത്ത് നിന്ന് പോയിന്. എന്നാലും അത് വാങ്ങിയ സ്റ്റോൺ ബീഡ്സ് അങ്ങനെ ഒരുപാട് സാധനം ഇനിയും ബാക്കി ഒരുപാടുണ്ട് അത്ര. അപ്പോൾ അതിനെ കൊണ്ട് ഞാൻ വിചാരിച്ചത് വെറുതെ ഇരിക്കണ്ടല്ലേ, നമുക്ക് ഏതായാലും ആദ്യത്തെ ബിസിനസ് തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ വിചാരിച്ചിട്ട് വീണ്ടും തുടങ്ങിയതാണ് കേട്ടോ. അതുപോലെ ഇങ്ങനത്തെ പിന്നെ എയർബോ അതുപോലെ മറ്റേ സ്ക്രഞ്ചീസ് അതെല്ലാം ആവശ്യമുള്ളവർ ഞാൻ ഇതിലൊരു നമ്പർ കൊടുക്കുന്നുണ്ട്. അതിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. ഞാൻ കൊറിയറായിട്ട് അയച്ചു തരാം. അപ്പോൾ നമ്മൾ ഏകദേശം ഈ പണി ഇവിടെ പൂർത്തിയാകാനായിട്ടുണ്ട്. ഞാൻ ഇതിനു മുമ്പ് കുറച്ച് ഇതുപോലത്തെ മുടിക്കിടുന്നത് ഇതുപോലത്തെ ക്ലിപ്പ് ആക്കി വെച്ചിട്ടുണ്ടായിന്. പിന്നെ ഞാൻ തീർന്നിട്ടില്ല കേട്ടോ. ഇനി ഇവിടെയും കൂടി കുറച്ചും കൂടെ സ്റ്റോൺ ഒട്ടിച്ചു കൊടുക്കാനുണ്ട്. അപ്പോൾ അടുത്തത് നമുക്ക് ഇതിലും കുറച്ച് വലുപ്പമുള്ള സ്റ്റോൺ ആണ് ഒട്ടിച്ചു കൊടുക്കേണ്ടത്. അതിനായിട്ട് ഇത് ഞാനിതാ ഈ അറ്റത്ത് വീണ്ടും ഗമ്മാക്കി കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഗമ്മാക്കി കൊടുത്ത് ഞാനിത് അതിലും കുറച്ച് വലുപ്പമുള്ളതാണ് ഒട്ടിച്ചു കൊടുക്കാൻ പോകുന്നത്.
അപ്പോൾ ഈ അറ്റത്ത് എന്തിനാ ഫ്ലവർ വെക്കാണ്ട് ഒഴിവാക്കിയെന്ന് വെച്ചാൽ നമ്മൾ ഈ ഫ്ലവർ വെച്ചിട്ട് ഫ്ലവർ പിടിച്ചിട്ട് ഇങ്ങനെ ഇതിങ്ങനെ തുറക്കുന്ന സമയത്ത് ഫ്ലവർ ഇളകി പോകാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ എന്ന് വെച്ചാൽ ഇങ്ങനെ ആകുമ്പോൾ വെച്ചാൽ ആ അറ്റത്ത് മാത്രമല്ലേ പിടിച്ചമർത്തുന്നുള്ളൂ. അപ്പോൾ ആ ഫ്ലവർ ഇളകാണ്ട് നിൽക്കും. ഇത് മൊത്തത്തിലായിട്ട് ഒട്ടിച്ചൊട്ടിച്ച് വരാം. അപ്പോൾ നമ്മൾ ഇതിന്റെ പണി പൂർത്തിയായിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ? ഇനി ഇത് നമുക്കതൊന്ന് ഉണങ്ങാനായിട്ട് മാറ്റി വെക്കണം. അപ്പോൾ ഇത് ഒരു 2-3 മണിക്കൂർ കഴിയുമ്പോൾ നല്ല അടിപൊളിയായിട്ട് ഉണങ്ങി കിട്ടും. പിന്നെ ഞാനത് നേരത്തെ ഉണ്ടാക്കിയ കുറച്ച് ക്ലിപ്പാണ് കേട്ടോ ഇത്. ഞാൻ യെല്ലോ അതുപോലെ തന്നെ ഗ്രീനും 2 കളറിലാണ് കേട്ടോ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. ഇനി ഇതെല്ലാം ഇങ്ങനെ മറ്റേ കാർഡിലേക്ക് ഒട്ടിച്ച് പിൻ ചെയ്തും കൂടെ വെക്കണം. അപ്പോൾ കണ്ടില്ലേ? അടിപൊളിയായിട്ട് തന്നെ നല്ല അലിഗേറ്റർ ക്ലിപ്പിൽ ഞാൻ നല്ല അടിപൊളി ഫ്ലവർ വെച്ചിട്ട് എങ്ങനെയുണ്ട് കാണാൻ? നല്ല ഭംഗിയില്ലേ? എല്ലാവർക്കും ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ കമൻറ്റ് ചെയ്യണം കേട്ടോ. ആരാരും ഇതിനെക്കുറിച്ചിട്ടുള്ള വീഡിയോ കാണുന്നുണ്ട് കുറച്ച് പേരുള്ളൂ. പക്ഷേങ്കിൽ ഇതിനെക്കുറിച്ചുള്ളൊരു അഭിപ്രായം പറയുന്നില്ല. അപ്പോൾ ഇനി വീണ്ടും ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.